യാത്രക്കാരെ ദുരിതത്തിലാക്കി ഇൻഡിഗോ വിമാന സർവീസ് റദ്ദാക്കൽ തുടരുന്നു. 600-ലധികം സർവീസുകൾ ഇന്ന് മുടങ്ങിയതോടെ യാത്രക്കാർ ഭക്ഷണം പോലും ലഭിക്കാതെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. സർവീസ് പൂർണ്ണതോതിൽ സാധാരണ നിലയിലാകാൻ 2 മാസം എടുക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചു. പുതിയ ക്രൂ ഡ്യൂട്ടി ചട്ടം നടപ്പിലാക്കുന്നതിൽ ഇൻഡിഗോക്ക് വന്ന വീഴ്ചയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായത്. ഡിസംബർ 8 മുതൽ സർവീസുകൾ വെട്ടിക്കുറക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചു. സാധാരണ നിലയിലാവാൻ അടുത്ത വർഷം ഫെബ്രുവരി 10 വരെ സമയമെടുക്കുമെന്ന് ഇൻഡിഗോ DGCA അറിയിച്ചു. ഡൽഹിയിൽ നിന്നും ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന എല്ലാ സർവീസുകളും ഇൻഡിഗോ റദ്ദാക്കി. മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത, പൂനെ തുടങ്ങി രാജ്യത്തെ മറ്റു പ്രധാന വിമാനത്താവളങ്ങളെയും ഇത് ബാധിച്ചു. ഇന്നലെ വിമാനത്താവളത്തിലെത്തിയവർ ഇപ്പോഴും യാത്ര ചെയ്യാൻ സാധിക്കാതെ കുടുങ്ങിയിരിക്കുകയാണ്. ഇൻഡിഗോ ജീവനക്കാരെ തടഞ്ഞുവെച്ച് യാത്രക്കാർ പലയിടത്തും പ്രതിഷേധിച്ചു. മണിക്കൂറുകളോളം വൈകിട്ടും ഭക്ഷണമോ താമസമോ നൽകിയില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. രാജ്യാന്തര സർവീസുകൾ റദ്ദാക്കുകയോ മണിക്കൂറുകളോളം വൈകുകയോ ചെയ്യുന്നുണ്ട്. പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഡ്യൂട്ടി ഷെഡ്യൂളുകൾ, രാത്രി ലാൻഡിംഗ് ക്രമീകരണം, പ്രതിവാര വിശ്രമ ചാർട്ടുകൾ എന്നിവയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കുത്തകകളെ പ്രോത്സാഹിപ്പിച്ച ഫലമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പ്രതിപക്ഷം സഭയിൽ പറഞ്ഞു. മീഡിയ 1, ഡൽഹി.